ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഒരു കുഞ്ഞു വ്ളോഗാണ്, വലിയ വ്ളോഗൊന്നും അല്ല. ഞാനൊന്ന് ചെറുതായിട്ട് കൊച്ചി വരെ പോവേണ്. അപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടൊരു വ്ളോഗ് ആക്കണതാണ്. അപ്പോൾ എൻ്റെ കൂടെ അമ്മുവും മണിയും ഇല്ല. അമ്മുവിന് ജോലിക്ക് പോകണമായിരുന്നു, മണിക്ക് ഡിഗ്രിയുടെ എക്സാം നടക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് ആക്ട് ചെയ്യണതാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തപ്പോൾ ഞാൻ ചോക്കി ഞാനും ചെറുതായിട്ടൊന്ന് ആക്ട് ചെയ്യാം. അങ്ങനെ ഞാനും ഫ്രണ്ട് ക്യാമറയൊക്കെ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കണ രീതിക്കൊക്കെ എടുത്ത് എന്നിട്ട് നേരെ ഞങ്ങൾ പോവുകയാണ്. അപ്പം നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 8:30ക്കാണ് ഇറങ്ങാൻ പറ്റിയത്. അപ്പം നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാതെ പോയാൽ ഞങ്ങൾക്ക് ആർക്കും ശരിയാവത്തില്ല. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിൽ കൂടുതൽ ഫുഡാണല്ലോ എന്ന് ചിന്തിക്കും. സംഭവം ഇത് ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും മാത്രമേ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം വെജാണ് കഴിച്ചത്. ഞങ്ങൾ കൂടുതൽ ശരവണ ഭവനിലാണ് കയറുന്നത്. പക്ഷേ ഇത് ആലങ്കോട് എത്തിയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ ആലങ്കോടുള്ള ഒരു ഗ്രാൻഡ് മാസ് കിച്ചൺ, അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പിന്നെ അവിടെ നീണ്ടുപോയി നേരെ പോയി നമ്മൾ ആലപ്പുഴ എത്തിയിരുന്നു തോന്നുന്നു. കൊല്ലം എന്തോ കഴിഞ്ഞതേ ഉള്ളൂ എന്തോ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വെള്ളം ദഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങളൊരു വഴിയിൽ ചെയ്യുന്ന കടയാണല്ലോ, അവിടെ നിർത്തി. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഉപ്പിട്ട വെള്ളം, അതായത് നാരങ്ങയാണെങ്കിൽ നാരങ്ങ, മോരാണെങ്കിൽ മോര്. അപ്പം ഞാൻ മോരാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ചേട്ടനായിരുന്നു ആ കടയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും രമ്യയും മോര്, ബാക്കിയുള്ളവർ സർബത്ത് അങ്ങനെ എന്തൊക്കെയായിരുന്നു, അവിൽ മിൽക്കോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഷെയ്ഡ് കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ക്യാമറയുടെ സ്ഥാനത്തിൻ്റെ കൈ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സംഭവം അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിൽ വന്ന് വീഡിയോ നോക്കിയപ്പോഴാണ് മിക്ക വീഡിയോയിലും എൻ്റെ കൈ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അത് കഴിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേസ് എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ വാങ്ങിച്ചില്ല, കാരണം വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ വാരിപ്പറക്കി തിന്നിട്ട് വൊമിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് തന്നെ അതൊരു വലിയ പണിയാവും. അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ കാണുന്നത് എറണാകുളത്ത് എത്തിയതിന് ശേഷമാണ്. സംഭവം അതുവരെ ഞാൻ വീഡിയോ എടുത്തില്ലെന്നല്ല, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്താ, ഇവിടെ വന്നതാണ് A to Z. അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡീറ്റെയിൽസ് ഒന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതൊക്കെ ചോദിച്ച് സംസാരിച്ച് നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഈ ഓൾഡ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. സംഭവം ഗൈസ് അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയണ്ട. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞങ്ങളെല്ലാവരും പല ഫുഡാണ് വാങ്ങിച്ചത്. പക്ഷേ എല്ലാവർക്കും ഇത് ക്വസ്റ്റ്യൻ വാങ്ങിച്ച ഫുഡാണ്, ചട്ടിച്ചോറ്. സംഭവം ഇത് അടിപൊളി, ഭയങ്കര അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മായാമി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. സംഭവം ഞങ്ങൾ മായാമിയുടെ ഓഫീസാണിത്. അവിടെ ചെന്നപ്പോൾ മായാമി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചെമ്മിനാറി മായാമിയുടെ ഹോസ്റ്റലിലോട്ട് പോകുന്നത്. ഈ സംഭവം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതെനിക്ക് ഓർമ്മയില്ല എന്തിനാണെന്ന്. നേരെ നമ്മൾ മായാമിയുടെ ഓഫീസിൽ മായാമി പിക്ക് ചെയ്യാൻ പോയി. അപ്പോൾ മായാമി അവിടെ ഇറങ്ങിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു ബാഗൊക്കെ വെച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ പറയുന്നത്, ഇന്ന് വീഡിയോ എടുക്കുന്നതാണല്ലേ, ഞാൻ ഒരുങ്ങിയിട്ട് കൂടിയില്ല, എന്നോ നീ വീഡിയോ എടുക്കല്ലേ, ഞാൻ ഒരുങ്ങിയിട്ടില്ലതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, ഇത് ചെറിയ വ്ളോഗാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മായാമി കയറിയിട്ട് നമ്മൾ നേരെ എവിടെ പോയി, ഫോർട്ട് കൊച്ചി പോയിട്ട് കുറച്ച് നേരം കടലിൽ വായി നോക്കിയൊക്കെ ഇരുന്നു. അവിടെ ഒരു ന്യൂലിയും മരുടെ കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം വായിയൊക്കെ നോക്കി ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. നടന്ന് എവിടെ അങ്ങ് അച്ഛൻ വരെ പോയി ഗൈസ്. ഇത് ഞാൻ ഇവരുടെ തംസപ്പ് കാണിക്കുന്നപ്പോൾ എല്ലാവരും ചിരിച്ചോണ്ട് തംസപ്പൊക്കെ കാണിച്ച്. അങ്ങനെ ഈ കപ്പൽ ഞാൻ തുടക്കം മുതലേ അത് തുടങ്ങിയപ്പോൾ മുതലേ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇത് എപ്പോൾ എത്തും അങ്ങനെ കുറേ വീഡിയോസൊക്കെ അതിനെ എടുത്തെടുത്ത് നിന്നു. പിന്നെ സംഭവം ഇത് ഗൈസ്, ഇതെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടേ എന്തോ ചെയ്തതാണ്. അങ്ങനെ അതൊക്കെ കാണിച്ച് അങ്ങനെ നേരെ വീണ്ടും വെള്ളം കുടി. ഞങ്ങൾ ഈ പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് മെയിനുള്ള പരിപാടി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഭയങ്കരമായി വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നേരെ വീണ്ടും ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് സർബത്ത് കുടിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ആ ചേട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സംഭവം പുള്ളിക്കാരൻ മലയാളി അല്ലെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ കറക്റ്റ് മലയാളത്തിലല്ല സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളും ഇങ്ങനെ വലിയച്ഛനൊക്കെയും പറഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന് ഇങ്ങനെ വീണ്ടും ഞങ്ങളവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കി ഓരോ കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ സംഭവം അടിപൊളിയാണ് സാധനങ്ങൾ ഗൈസ്. നിങ്ങളെ മിക്ക വീട്ടിലും കാണും. ഈ സാധനം വെച്ച് നമ്മളെ തലയിലൊന്ന് മസാജ് ചെയ്യണം. വിഷയമാണ്. വാങ്ങിച്ചിട്ട് കുറേ ഇങ്ങനെ എല്ലാവരുടെ തലയിൽ മസാജ് ചെയ്ത് നടക്കണുണ്ടായിരുന്നു. അങ്ങനെ അന്നായിരുന്നു ഞങ്ങൾ ചിത്തുവിൻ്റെ റിസൾട്ട്. അപ്പോൾ രമ്യ ആ സൈഡിൽ കൂടി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായി റിസൾട്ട്. അപ്പോൾ 10 പാസ്സായിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി.
കാരണം അതുവരെ ടെൻഷനായിരുന്നു എന്താവും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലായിടവും പറക്കി തിരിഞ്ഞ് നടന്ന് കറങ്ങി ഇവിടെ ഇന്ന് പോകണമെന്നേ ഇല്ലായിരുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ വെറുതെ അവിടെ കറങ്ങി സ്പെൻഡ് ചെയ്തു. അങ്ങനെ വീട്ടിലത്തേക്ക് കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങണമെന്ന് വിചാരിച്ച് പോയതല്ല, അവിടെ അത് കണ്ടത് കൊണ്ട് ഓക്കെ എങ്കിൽ ഇവിടുന്ന് വാങ്ങാം എന്നായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ കുറേ മാല, കമ്മൽ, വള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. എന്നാൽ എമ്മയൊക്കെ നല്ല താല്പര്യം കാണിച്ചതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മാല, വള, കമ്മൽ ഇതൊക്കെ നമ്മളവിടെ കിട്ടുന്ന സാധനങ്ങളാണേ. എന്നാലും ഇവർ കൊച്ചിയിൽ പോയിട്ടൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പറക്കി കൂട്ടി. വലിയ മിക്ക സ്ഥലത്തും ചെന്ന് നോക്കി ഈ സാധനം നേരത്തെ എടുത്തതാണ്, എന്നാലും വീണ്ടും ചെന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു 6-7 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീണ്ടും ആലപ്പുഴ എത്താറായപ്പോൾ മയം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് സൂപ്പറാണ്, ഇവിടുത്തെ പുട്ടൊക്കെ അടിപൊളിയാണ്, എങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കടയിൽ കൊണ്ടുവന്ന് കയറ്റി. സംഭവം അടിപൊളിയായിരുന്നു ഗൈസ്. പുട്ടൊക്കെ എന്ത് സോഫ്റ്റാണെന്ന് അറിയാമോ. ആവീസ് റെസ്റ്റോറൻറ്റ് അവിടെയാണ് നമ്മൾ കയറിയത്. ഞാൻ ഈ ചേട്ടനെ ഫോക്കസ് ചെയ്ത് നിന്നെന്ന് വെച്ചാൽ ഈ ചേട്ടൻ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. അടിപൊളി ചേട്ടനായിരുന്നു. ഈ ചേട്ടൻ എവിടെ നിന്നാണ് ഞാൻ ചേട്ടനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുട്ട് വന്നു. ഞാനും മായാമയും പുട്ട്, ബാക്കിയുള്ള ഒരു ഫ്രൈഡ് റൈസ്, അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങൾ വീണ്ടും കാണുന്നത് ഞാൻ ആ ചേട്ടനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, നീ അവനൊന്ന് വിട്, നീ ഫുഡ് കൈ. എന്നിട്ട് ഞാൻ ചേട്ടൻ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയും. അപ്പോൾ അപ്പുമൊക്കെ ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മളൊക്കെ അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. വല്യച്ഛൻ നമ്മളെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് കുട്ടനാട് വഴി പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ രാത്രി കിടന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. നമ്മളിങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വൊമിറ്റ് ചെയ്ത് ഒരുപാട് അങ്ങനെ നമ്മൾ ലേറ്റായിട്ടാണ് ഗൈസ് വീട്ടിൽ എത്തിയത്. അപ്പോൾ